നമസ്കാരം. അണ്ടിയോടടുക്കുമ്പോഴറിയാം മാങ്ങയുടെ പുളി എന്ന് പറഞ്ഞതുപോലെയാണ് NDA മുന്നണിയിലെ കാര്യങ്ങൾ. യൂണിഫോം സിവിൽ കോഡിന്റെ പ്രശ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഉന്നയിച്ച് ഒരു ദിവസം കഴിഞ്ഞില്ല ഭരണമുന്നണിയിൽ അസ്വസ്ഥത പുകയാൻ തുടങ്ങി. ആശങ്കാകുലരായ ഭരണസഖ്യത്തിലെ അംഗങ്ങൾ BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ ചേർന്ന NDA ഏകോപന സമിതി യോഗത്തിൽ തങ്ങളുടെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. മതേതര സിവിൽ കോഡ് എന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ മോദി നടത്തിയ പ്രയോഗം സൂചിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ മുന്നോട്ടു പോകാനുള്ള തന്റെ താൽപര്യം പ്രധാനമന്ത്രി സൂചിപ്പിച്ചതോടെയാണ് വിയോജന ശബ്ദങ്ങൾ പുറത്തു വന്നത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിന്മേൽ കൈവയ്ക്കുന്ന ഒന്നിലും തന്റെ പാർട്ടി ഭാഗമാകില്ലെന്ന് TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി. മുസ്ലിം സമുദായ പ്രതിനിധികൾക്ക് താൻ ഇക്കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് നൽകിയതാണെന്നും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി. അതേസമയം ഇക്കാര്യത്തിൽ ഇതുവരെ ഒന്നും വ്യക്തമായിട്ടില്ലെന്നാണ് JDU വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ഝാ പറഞ്ഞത്. സഖ്യകക്ഷികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാതെ പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര മന്ത്രിസഭ പാസാക്കിയപ്പോൾ സഖ്യകക്ഷികൾ ശക്തമായ എതിർപ്പുകളൊന്നും ഉന്നയിച്ചില്ല എന്നതുകൂടി കണക്കിലെടുത്താണ് പ്രഖ്യാപനത്തിന് ശേഷം BJP നേതാക്കൾ NDA യോഗം വിളിച്ചത്. പാർലമെന്റിലെ ചർച്ചയ്ക്കിടെ TDPയുടെ ഹരീഷ് ബാലയോഗി ഇത് കൂടുതൽ പരിഗണനയ്ക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റഫർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നതൊഴിച്ചാൽ NDA സഖ്യകക്ഷികളിൽ നിന്നും കാര്യമായ എതിർപ്പ് ഉയർന്നിരുന്നില്ല. ലോക് ജനശക്തി പാർട്ടിയും ജനസേന പാർട്ടിയും JPCക്ക് അനുകൂലമാണെന്ന് പറയുന്നതല്ലാതെ അവരും എതിർപ്പുമായി രംഗത്തു വന്നിരുന്നില്ല. ഏകോപന സമിതി യോഗത്തിൽ BJPയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ഭൂപേന്ദ്ര യാദവ്, L മുരുകൻ, BJP ജനറൽ സെക്രട്ടറി അരുൺ സിംഗ്, JP നദ്ദ എന്നിവരാണ് പങ്കെടുത്തത്. ഘടകകക്ഷികളിൽ നിന്ന് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച തലവനും കേന്ദ്രമന്ത്രിയുമായ ജിതിൻ റാം മാഞ്ചി, അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ, JDUവിന് വേണ്ടി സന്തോഷ് ഝാ, TDP നേതാവ് പെമസെനി ചന്ദ്രശേഖർ, നിഷാദ് പാർട്ടിയിൽ നിന്നുള്ള പ്രവീൺ നിഷാദ്, ജനതാദൾ സെക്യുലർ നേതാവ് HD കുമാരസ്വാമി, LJPയിൽ നിന്നുള്ള ചിരാഗ് പാസ്വാൻ, രാഷ്ട്രീയ ലോക്ദളിന്റെ ജയന്ത് ചൗധരി, ഭാരത് ധർമ്മ ജനസേന നേതാവ് തുഷാർ വെള്ളാപ്പള്ളി, ന്യൂ ജസ്റ്റിസ് പാർട്ടി നേതാവ് AC ഷൺമുഖം, തമിഴ് മാനില കോൺഗ്രസിന്റെ GK വാസൻ എന്നിവരാണ് പങ്കെടുത്തത്. കേന്ദ്ര മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം ആദ്യമായാണ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും BJPക്ക് കാര്യമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് എന്നതാണ് യോഗത്തിന്റെ പരിണതി. കൂടിയാലോചന കൂടാതെ ഇനി ഒരടി മുന്നോട്ട് നീങ്ങാനാവില്ലെന്ന സൂചനയാണ് പ്രധാന ഘടകകക്ഷികളായ തെലുഗുദേശവും ജനതാദൾ യുണൈറ്റഡും യോഗത്തിൽ BJPക്ക് നൽകിയത്. ഏകപക്ഷീയമായി മുന്നോട്ടു പോകാനാവില്ലെന്ന സൂചന.